ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. സത്യത്തിൽ എന്താണ് മസ്തിഷ്ക മരണം എന്ന സിനിമ? അതായത്, കുറേ സോഷ്യൽ മീഡിയ ആൾക്കാരെയും 2025 മുതൽ മുകളിലോട്ടുള്ള കുറേ പേരെ ഈ സിനിമയിൽ കളിയാക്കിക്കൊണ്ടാണ് ചിത്രത്തിന്റെ അവതരണം. ഈ അവാർഡിൽ എന്നൊരു സ്ത്രീരൂപം വരുമോ, അന്ന് മതി എനിക്ക് ഈ അംഗീകാരം. റിവ്യൂ പറയുന്നവനും സിനിമയ്ക്കുള്ളിലുള്ള പെണ്ണുപിടിയന്മാരെയും എല്ലാം കോർത്തിണക്കി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മറ്റൊരു റിവ്യൂവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ. പോർണോക്കാരന്റെ അടുത്ത് ആടിനെന്താ കാര്യം? അവനെ ഒരിക്കലും ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പാടില്ല. അവനെയൊക്കെ ഇതിനകത്ത് നല്ലോണം ഇരുത്തി തുടപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്തടത്ത് സംസാരിക്കുന്നത് കൃത്യമായി അതിൽ കാണിച്ചിട്ടുണ്ട്. അവന്റെ മുഖത്തിന്റെ ഷേപ്പിനു പറ്റിയ ആട് തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. തുടങ്ങുന്നതിന് മുന്നേ ഒബ്ജക്റ്റേ അല്ലേ, തുടങ്ങിയിട്ടില്ല. ടെക്നിക്കൽ സൈഡ് നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയെന്ന് പറഞ്ഞാൽ പറ്റാവുന്നതിന്റെ മാക്സിമം. ഞാൻ ഉദ്ദേശിച്ചത്, ഡയറക്ടർ എന്താണോ മനസ്സിൽ കണ്ടത് അതവർക്ക് സാധിച്ചെടുക്കാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം, ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. പുള്ളിയുടെ മറ്റു പടങ്ങളും അതുപോലെ തന്നെയായിരുന്നു. തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് ഡോൺ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. സെൻസേഷണലായ ഒരു കേസിൽ സൂപ്പർ സ്റ്റാറിനെതിരെ ലൈവ് തെളിവെന്ന ആളാണ്. പ്രത്യേകിച്ച് ജയിലിൽ വെച്ചുള്ള സംസാരം. അപ്പോ എല്ലാം പറഞ്ഞപോലെ ഒരുപാട് സിനിമാക്കാരും മന്ത്രിമാരും മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്തിട്ട് സൈറ്റ് ഡൗൺ ആയി. നമ്മുടെ വിൻഡോ ഓപ്പൺ ആകുന്നില്ല, ജാമ്യം കിട്ടിയില്ല.